ഹായ് ഡിയേഴ്സ്, ഇന്നേ കളാഞ്ചി എന്ന് പറഞ്ഞൊരു മത്സ്യമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വാങ്ങിക്കൊടുന്ന് അത് വെട്ടി നുറുക്കി വറുക്കാനുള്ളത് മാറ്റി വെച്ചു. പിന്നെ അതിൻ്റെ ഉള്ളിൽ മുട്ടയുണ്ടായിരുന്നു, പലിഞ്ഞീനുണ്ടായിരുന്നു, അത് സെപ്പറേറ്റ് ചെയ്തു, അത് വേറെ വെച്ചു. പിന്നെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം കഴുകി വൃത്തിയാക്കി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇലയും പിന്നെ മാങ്ങയുടെ ഒപ്പം തന്നെ ഒരു മാങ്ങയാണ് ചേർത്തേക്കണത്. അതിൻ്റെ ഒപ്പം തന്നെ 2 കഷ്ണം കുടപ്പുളിയും കൂടി ചേർത്തിട്ട് കേട്ടോ. പിന്നെ ഉപ്പൊക്കെ ഇട്ടൊന്ന് നന്നായി വഴറ്റി അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം നന്നായി ചേർത്തി അതും നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 2-ാം പാലും 3-ാം പാലും ആണ് നമ്മൾ ചേർത്തി നന്നായി മിക്സ് ചെയ്ത് നന്നായി അത് ഒഴിച്ച് സെറ്റാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് പുളി ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇങ്ങനത്തെ ചില മത്സ്യങ്ങളിൽ മാങ്ങ മാത്രം ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് 2 കുടപ്പുളിയും കൂടി ഇട്ടാലാണ് അത് ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നല്ല ടേസ്റ്റുള്ള മത്സ്യമാണ്. കറി വയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും ഇതിൻ്റെ മാംസം. അപ്പോൾ ഇങ്ങനെ അത് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ അതിൽ ഉപ്പൊക്കെ കറക്റ്റാക്കിയതിന് ശേഷം പിന്നെ മീൻ കഷ്ണങ്ങൾ ഓരോന്നും പെറുക്കിയിട്ടു. അതിന് ശേഷം ഒന്നും കൂടി അടച്ച് വെച്ച് ഒന്നൊരു വേവിക്കും. അപ്പോൾ ഒന്ന് തള വന്ന് കഴിയുമ്പോൾ തുറന്ന് നമ്മൾ തലപ്പാൽ അതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കിയിട്ട് ഒരു തള വരുന്നതോടുകൂടി നമ്മൾ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് ചുവന്നുള്ളിയും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഭംഗിക്കിട്ട് നമ്മൾ താളിച്ച് സെറ്റാക്കണം കേട്ടോ. ഇത് നല്ല മത്സ്യമാണ്. നമ്മൾ പലതരം മത്സ്യങ്ങളുടെ ടേസ്റ്റുകളും വ്യത്യസ്തമാണല്ലോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ.